നാം ഓരോരുത്തർക്കും ജനനത്തോടെ തന്നെ ലഭിക്കുന്ന അത്ഭുത നിധിയാണ് നമ്മുടെ മനസ്സ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ നിധിയെക്കുറിച്ച് ലോകത്തിലെ 85% ആളുകളും ഇപ്പോഴും അജ്ഞരാണ്. എന്താണ് നമ്മുടെ മനസ്സ്? എങ്ങനെയാണ് മനസ്സിന്റെ ശക്തി ഉപയോഗിക്കാൻ കഴിയുക? മനസ്സിന്റെ ശക്തി എത്രയാണ്? തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ഒരു പരിശീലന പദ്ധതി. മനസ്സുപയോഗിച്ച് കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും നല്ല ആരോഗ്യം നേടാനും മാനസികമായ സുഖവും സമാധാനവും സന്തോഷവും സ്വന്തമാക്കാനും ഈ ഒരു പദ്ധതിയിലൂടെ നിങ്ങളെ പരിശീലിപ്പിക്കുന്നു. ഈ ഒരു പരിശീലനത്തിൽ പങ്കെടുക്കുന്നതോടൊപ്പം പാഠ്യപദ്ധതിയിൽ പറയുന്ന പ്രധാന പരിശീലനങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് 100 ദിവസങ്ങളെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവും. ജീവിതത്തിൽ മനഃശക്തി ഉപയോഗിച്ച് വലിയ വിജയം നേടാനും സന്തോഷവും സമ്പത്തും സമാധാനം നല്ല ബന്ധങ്ങൾ ആരോഗ്യം ഇതെല്ലാം നേടിയെടുക്കാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അത്ഭുതങ്ങൾ നിറച്ചുവെച്ച കലവറയാണ് നമ്മുടെ മനസ്സ്. നാം ആഗ്രഹിക്കുന്ന എന്ത് സ്വന്തമാക്കാൻ നമ്മുടെ മനസ്സുകൊണ്ട് കഴിയും. മനസ്സെന്ന അത്ഭുത വിളക്ക് നമുക്ക് ഓരോരുത്തർക്കും ജനനത്തോടെ തന്നെ ലഭിക്കുന്ന സൗഭാഗ്യമാണ്. മനസ്സെന്ന ശക്തിയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ജീവിതം സന്തോഷവും സമാധാനം നിറഞ്ഞതുമായി തീർക്കാൻ നമുക്ക് സാധിക്കും. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മിൽ ഭൂരിപക്ഷം പേരും മനസ്സെന്ന അത്ഭുത പ്രതിഭാസം നമുക്കുള്ളിൽ ഉണ്ടെന്നറിയാതെ ജീവിതം പ്രയാസപ്പെട്ട് തീർക്കുകയാണ്. ലോകത്ത് കാലാകാലങ്ങളായി മനുഷ്യൻ നേടിയിട്ടുള്ള നേട്ടങ്ങളെല്ലാം മനസ്സിന്റെ ശക്തി ഉപയോഗിച്ചിട്ടായിരുന്നു. പ്രാചീന കാലത്തെ ബാബിലോണിയൻ സംസ്കാര ഇതിഹാസമായ തൂക്കുപൂന്തോട്ടം അടക്കം ഓരോ കാലത്തും മനുഷ്യൻ നേടിയ നേട്ടങ്ങളെല്ലാം മനസ്സിന്റെ ശക്തി ഉപയോഗിച്ചുള്ളതായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈജിപ്തിലെ മമ്മികൾ, ലോഹത്തിന്റെ കണ്ടുപിടുത്തം, സാങ്കേതിക വിദ്യ ഒന്നുമില്ലാത്ത കാലത്തെ കൊളംബസിന്റെ ലോകസഞ്ചാരം, നമ്മുടെ അഭിമാനമായ താജ്മഹൽ, ലോഹാത്ഭുതമായ ചൈനയിലെ വൻമതിൽ, ന്യൂയോർക്കിനെയും ലോങ് ഐലൻഡിനെയും ബന്ധിപ്പിക്കുന്ന ബ്രൂക്ലിൻ പാലം, വെറും 4 മാസം മാത്രം സ്കൂൾ വിദ്യാഭ്യാസം ലഭിച്ച എഡിസന്റെ 1000-ലേറെയുള്ള കണ്ടുപിടുത്തങ്ങൾ, എഞ്ചിനീയറിംഗ് ബിരുദമൊന്നും കരസ്ഥമാക്കാത്ത ഹെൻറി ഫോർഡിന്റെ മോട്ടോർ കാർ, റൈറ്റ് സഹോദരന്മാരുടെ വിമാനത്തിന്റെ കണ്ടുപിടുത്തം എന്നിവയെല്ലാം മനഃശക്തിയുടെ ഉദാഹരണങ്ങളാണ്. ഇനിയും ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ കാണിക്കാൻ നമുക്ക് കഴിയും. ഈ പ്രപഞ്ചത്തിൽ എല്ലാം സംഭവിക്കുന്നത് ഒരു പ്രപഞ്ച നിയമത്തിന് അനുസൃതമായാണ്. പ്രപഞ്ച നിയമത്തിന് അനുസൃതമായാണ് മുകളിലേക്ക് എറിയുന്ന കല്ല് താഴേക്ക് വീഴുന്നത്, വിത്ത് മുളയ്ക്കുന്നതും ചെടിയാകുന്നതും കായ്കൾ തരുന്നതും മഴ പെയ്യുന്നതും കാറ്റു വീശുന്നതുമെല്ലാം പ്രപഞ്ച നിയമത്തിന് അനുസരിച്ചാണ്. ഭൂമിയിലെ ഓരോ ജീവജാലവും പ്രാപഞ്ചിക നിയമത്തിന് അനുസരിച്ച് ജീവിക്കുന്നു. ജീവജാലങ്ങളിൽ മനുഷ്യന് മാത്രമാണ് കാര്യങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രവും ഇണയെയും താമസ സ്ഥലവും വാഹനവും നമ്മുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ മനുഷ്യന് സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടെന്ന് എത്ര പേർക്കറിയാം? മനുഷ്യന്റെ ചിന്തയാണ് ജീവിതത്തെ തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ ഉപകരണം. നാം ചിന്തിക്കുന്ന എന്തും മനസ്സ് സ്വീകരിക്കുന്നു. ശരിയും തെറ്റും തിരിച്ചറിയാതെ നാം ചിന്തിക്കുന്ന എല്ലാം നമ്മുടെ മനസ്സ് സ്വീകരിക്കുന്നു. നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനവും പ്രാപഞ്ചിക നിയമത്തിന് വിധേയമാണ്. പ്രാപഞ്ചിക നിയമത്തെ വെല്ലുവിളിക്കാതെ തന്നെ മനസ്സിനെ പ്രപഞ്ച നിയമം അനുസരിച്ച് മാറ്റിമറിക്കാൻ കഴിയും. ആഗ്രഹിച്ച സന്തോഷവും വിജയവും സമ്പത്തും ആരോഗ്യവും സമാധാനവും ബന്ധങ്ങളുമെല്ലാം നേടാൻ അതോടെ നമുക്ക് കഴിയുന്നു. ആ അവസരത്തിൽ നാം മറ്റൊരാളായി മാറുകയല്ല, നമ്മെ തിരിച്ചറിയുകയാണ്. നമ്മുടെ മനസ്സിന് പ്രധാനമായ 2 തലങ്ങളാണുള്ളത്. ഒന്ന് ബോധമനസ്സും 2 ഉപബോധ മനസ്സും. ബോധമനസ്സ് നാം ഉണർന്നിരിക്കുമ്പോഴുള്ള മാനസികാവസ്ഥയാണ്. ഞാൻ ക്ലാസ് എടുക്കുന്നതും നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതുമെല്ലാം ബോധമനസ്സുകൊണ്ടാണ്. നാം ചിന്തിക്കുന്നതും നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കുന്നതുമെല്ലാം ബോധമനസ്സുകൊണ്ടാണ്. എന്നാൽ നാം ഉറങ്ങുമ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും നാം പോലും അറിയാതെ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നതുമെല്ലാം ഉപബോധ മനസ്സാണ്. ഒരു നിമിഷം ചിന്തിക്കാനുള്ള ശേഷി നഷ്ടമാകുമ്പോൾ നാം പ്രവർത്തിക്കുന്നത് ഉപബോധ മനസ്സിനുള്ളിൽ പതിഞ്ഞു പോയ നമ്മുടെ സ്വഭാവത്തിനനുസൃതമായാണ്. നമ്മുടെ ഉപബോധ മനസ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ ബോധമനസ്സിന്റെ നമ്മിലുള്ള സ്വാധീനം വെറും 10% താഴെ മാത്രമാണ്. നമ്മുടെ സ്വഭാവത്തിലെ ഏറ്റവും വലിയ സ്വാധീന ശക്തിയാണ് ഉപബോധ മനസ്സ്. അതുകൊണ്ട് തന്നെ ഉപബോധ മനസ്സിൽ സംഭവിക്കുന്ന ഏതു മാറ്റവും ജീവിതത്തിലെ വലിയ മാറ്റത്തിന് കാരണമാകുന്നു.
ഉപബോധ മനസ്സിനെ നല്ല മാറ്റത്തിന് വിധേയമാക്കിയാൽ നാം നേടാൻ ആഗ്രഹിക്കുന്നതെന്തും നേടാൻ അതുവഴി കഴിയുകയും ചെയ്യും. എന്താണ് മനസ്സെന്നും മനഃശക്തിയുടെ ഉദാഹരണങ്ങൾ എന്താണെന്നും മനസ്സിന്റെ 2 തലങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് നാം കണ്ടീഷൻ ചെയ്യപ്പെടുന്നത് എന്ന് നോക്കാം. മനുഷ്യന്റെ മനസ്സ് ഒരു സ്പോഞ്ച് പോലെയാണ്. ചുറ്റും കാണുന്നതെല്ലാം ഒപ്പിയെടുക്കുന്ന സ്പോഞ്ച്. വിഖ്യാത അമേരിക്കൻ എഴുത്തുകാരൻ ഡോക്ടർ ജെയിംസ് അലൻ തന്റെ കൃതിയിൽ മനസ്സിനെ വിശേഷിപ്പിക്കുന്നത് കൃഷിസ്ഥലമായിട്ടാണ്. ഏതു വിത്തും സ്വീകരിച്ച് മുളപ്പിച്ചു വളർത്താൻ കഴിവുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണ്. നാം ഓരോരുത്തരുടെയും ഉപബോധ മനസ്സ് നാം ജനിക്കുന്നതോടെ പ്രവർത്തിച്ചു തുടങ്ങുന്നു. ഗർഭാവസ്ഥയിൽ തന്നെ പ്രവർത്തിച്ചു തുടങ്ങുന്ന നമ്മുടെ ഉപബോധ മനസ്സ് അനുഭവിക്കുന്നതും അറിയുന്നതും കാണുന്നതും കേൾക്കുന്നതുമെല്ലാം പൂർണ്ണമായും സ്വീകരിക്കുന്നു. ഒരു കുട്ടിയുടെ തിരിച്ചറിയാനുള്ള ബോധ മനസ്സിന്റെ വളർച്ച പൂർത്തിയാകുന്നത് 9 വയസ്സോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചറിയാനുള്ള ബോധ മനസ്സ് വളരാത്ത കുട്ടിക്കാലത്ത് കുട്ടികൾ പറയുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും അതേപടി വിശ്വസിക്കുന്നു. ഓരോ മനുഷ്യന്റെയും സ്വഭാവത്തിലെ ഏറ്റവും വലിയ സ്വാധീനം കുട്ടിക്കാലമാണ്. കുട്ടിക്കാലത്ത് മാതാപിതാക്കളും സമൂഹവും അധ്യാപകരും എന്നു തുടങ്ങി കുട്ടികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരുടെയും വാക്കുകളും പ്രവൃത്തികളും കഥകളും കുട്ടികളിൽ വലിയ സ്വാധീനം സൃഷ്ടിക്കുന്നു. സ്പോഞ്ച് പോലെയുള്ള കുട്ടികളുടെ ഉപബോധ മനസ്സ് നന്മയും തിന്മയും തിരിച്ചറിയാതെ എല്ലാം സ്വീകരിക്കുന്നു. ചിത്രങ്ങളും വികാരങ്ങളുമാണ് നമ്മുടെ ഉപബോധ മനസ്സിന്റെ ഭാഷ. കുട്ടിക്കാലം മുതൽ കണ്ടീഷൻ ചെയ്യപ്പെട്ട മനസ്സിനെ പോസിറ്റീവായ അവസ്ഥയിലേക്ക് റീകണ്ടീഷൻ ചെയ്യാൻ വളരെ ആത്മാർത്ഥമായ പരിശ്രമം തന്നെ ആവശ്യമാണ്. അതിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് ഈ ഒരു പ്രോഗ്രാം. നിങ്ങൾ ഇതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഗോളുകൾ നിർണ്ണയിക്കുക എന്നതാണ്. ജീവിത വിജയത്തിന് ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വന്തം ലക്ഷ്യം തീരുമാനിക്കാത്ത ഒരാളും ഇന്നേ വരെ വലിയ വിജയം സ്വന്തമാക്കിയിട്ടില്ല. മനസ്സിനെ റീകണ്ടീഷൻ ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ലക്ഷ്യനിർണ്ണയം. എന്താണോ ലക്ഷ്യം വയ്ക്കുന്നത് അതിനനുസരിച്ചാണ് മനസ്സിനെ റീകണ്ടീഷൻ ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനായി ലക്ഷ്യത്തെ നിർണ്ണയിക്കുക തന്നെ വേണം. ഹ്രസ്വകാലമെന്നും ദീർഘകാലമെന്നും ഇങ്ങനെ ലക്ഷ്യത്തെ നിർണ്ണയിക്കുക. ലക്ഷ്യങ്ങളെ ഇങ്ങനെ തരംതിരിക്കണം. ഓരോ തവണയും തൊട്ടടുത്ത് എത്തിച്ചേരേണ്ട ലക്ഷ്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഏത് ലക്ഷ്യവും സാധ്യമാകും. അസാധ്യമെന്നത് മനസ്സിനെ ഒരിക്കലും അനുഭവപ്പെടില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന പ്രശ്നമാണ് ലക്ഷ്യത്തെ കണ്ടെത്താൻ കഴിയില്ല എന്നത്. എങ്ങനെയാണ് ലക്ഷ്യത്തെ കണ്ടെത്തേണ്ടത്? എല്ലാ മനുഷ്യർക്കും ഒരു കഴിവുണ്ട്. ഒരു കഴിവുമില്ലാതെ ഒരാളും ജനിക്കത്തില്ല. വിജയിക്കാൻ ഏറ്റവും നല്ല മാർഗം സ്വന്തം കഴിവ് കണ്ടെത്തി അതിൽ വിജയിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന 50 കാര്യങ്ങൾ ഓരോ ദിവസവും തുടർച്ചയായി 50 ദിവസം എഴുതുക. ഇതിനായി പ്രത്യേകം പുസ്തകവും തയ്യാറാക്കുക. ഒരിക്കലും മുമ്പ് എഴുതിയത് നോക്കി എഴുതരുത്. മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എഴുതുക. 50 ദിവസം പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയ ആഗ്രഹങ്ങൾ 10ലേറെ തവണ വിശകലനം ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ലക്ഷ്യത്തെ അതിൽ നിന്ന് ലഭിക്കും. ലക്ഷ്യത്തെ കണ്ടെത്താനുള്ള മറ്റൊരു മാർഗമാണ് ഉപബോധ മനസ്സിനോട് ചോദിക്കൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് തുടർച്ചയായി ഉപബോധ മനസ്സിനോട് ചോദിക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പും ഉണർന്നെഴുന്നേറ്റ ഉടനെയും 10ലേറെ തവണ ഈ ഒരു ചോദ്യം ചോദിക്കുക. നിങ്ങളുടെ മനസ്സ് സ്വപ്നരൂപത്തിലോ ചിന്തയായോ ആശയമായോ ഉത്തരം തരുന്നതായിരിക്കും. എന്താണ് ലക്ഷ്യമെന്നും ലക്ഷ്യത്തെ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്നും ലക്ഷ്യത്തെ എങ്ങനെ നിർണ്ണയിക്കാമെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമം നിങ്ങളിൽ പലരും ഇത് കേട്ടിട്ടുണ്ടാവും. അതായത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഊർജ്ജകണങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. പ്രപഞ്ചം വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായി കണക്ട് ചെയ്യപ്പെട്ടതുപോലെ എല്ലാ വസ്തുക്കളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ആകർഷണ നിയമം വഴി നാം ആഗ്രഹിക്കുന്നത് എന്തും ഈ ലോകത്ത് നമുക്ക് സ്വന്തമാക്കാം. ആകർഷണ നിയമം ഗ്രാവിറ്റി പോലെ ഒരു പ്രപഞ്ച നിയമമാണ്. അത് സ്ഥലകാല വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ലഭ്യമാണ്. ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരു ദിവസം ചുരുങ്ങിയത് 30,000 മുതൽ 60,000 ചിന്തകൾ വരെ രൂപപ്പെടുന്നുണ്ട്. അതിൽ 10,000 ചിന്തകളെങ്കിലും ഒരു കാര്യത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സെന്ന അപാര ശക്തിയുള്ള ഊർജ കേന്ദ്രം നാം ആഗ്രഹിക്കുന്ന എന്തും നമ്മളിലേക്ക് അടുപ്പിക്കും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമം എന്ന് പറയുന്നത്. ഇതൊരു മാജിക്കോ മന്ത്രമോ ഒന്നുമല്ല. കാലാകാലങ്ങളായിട്ട് നമുക്കിടയിൽ മനുഷ്യനിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ
അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഇതെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ വഴി സംഭവിക്കുന്നതാണ്. ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ കൊണ്ടുവരാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹീലിംഗ് മെത്തേഡാണ്. നമുക്കുള്ളിലുള്ള ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മൾ ഹീൽ ചെയ്ത് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഈ ഒരു ആകർഷണ നിയമം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകളായ വെറുപ്പ്, പക, അസൂയ, നിരാശ, സംശയം, ഭയം ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് പകരം ഉപാധികളില്ലാത്ത സ്നേഹം, കരുണ, നന്ദി കാണിക്കൽ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്, ബിലീഫ്സ്, വിശ്വാസം ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കേണ്ടതും വളരെ വലിയൊരു ആവശ്യകതയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മനസ്സിൽ കൊടുത്ത് മനസ്സിനെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടാൻ പ്രാപ്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾക്കൊരു ടാസ്ക് കൂടി ഉണ്ടായിരിക്കും. അതായത് ഈ ഒരു വീഡിയോയുടെ കൂടെ ഒരു മെറ്റീരിയൽസ് ഉണ്ടാകും. അതിൽ 32 ടൈപ്സ് ഓഫ് ഫിയേഴ്സ് ആൻഡ് നെഗറ്റീവ് ബിലീഫ്സ് ഉണ്ടാകും. അതിൽ നിങ്ങൾക്കുള്ളത് തിരഞ്ഞെടുത്ത് ജേണലിൽ എഴുതുക. ഇനി വരുന്ന ദിവസങ്ങളിൽ ഹീലിംഗ് മെത്തേഡ്സിലൂടെ ഈ ഭയങ്ങളും നെഗറ്റീവ് ചിന്തകളും മാറ്റിയെടുക്കുകയും ഉയർന്ന വൈബ്രേഷണൽ ലെവൽ എത്തിയ ശേഷം നിങ്ങളുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യുകയുമാണ് വേണ്ടത്. അതിനായി തരുന്ന ടാസ്കുകൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകുക. അടുത്ത സെക്ഷനുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. താങ്ക് യു.